എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ അനന്തപുരം ക്ഷേത്രത്തിലാണുള്ളത്. നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് എന്ത് പറഞ്ഞു ഇവരെ പരിചയപ്പെടുത്താൻ ടീച്ചറെ? ഇവര് ചിലപ്പം ബബിയ എന്ന മുതലയെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ടിവിയിലൂടെയോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ കേരളത്തിലെ തന്നെ ഏക തടാക ക്ഷേത്രമാണ് ഈ അനന്തപുരം ക്ഷേത്രം എന്ന് പറയും. അപ്പം അനന്തപുരം ക്ഷേത്രത്തിന്റെ മുൻ കവാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അനന്തപുരം ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള കുളത്തിന്റെ അടുത്താണ്, ക്ഷേത്രക്കുളത്തിന്റെ അടുത്താണ്. അപ്പൊ ഇവിടെ ശരിക്കും നല്ലൊരു അന്തരീക്ഷമാണ് അല്ലേ ടീച്ചറെ? നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം, നല്ല ചെറിയ തോടുണ്ട്, അതേപോലെ തന്നെ പിൻഭാഗത്ത് കാവ് പോലെയുണ്ട്, പിന്നെ ക്ഷേത്രക്കുളമുണ്ട്, ഇപ്പുറം ചെറിയൊരു ദേവസ്ഥാനം ഉണ്ട് അല്ലേ? അപ്പം തികച്ചും ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പം അനന്തപുരം ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരു ഭക്തിയുടെ രീതിയിൽ മാത്രമല്ല, നമുക്ക് വളരെ സാഹിത്യത്തിൻ്റെ ഒരു രീതിയിലും കൂടി നമുക്കൊന്ന് സമീപിച്ചു കഴിഞ്ഞാൽ രാമചരിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ക്ഷേത്രത്തിനെ ഒന്ന് പരിശോധിക്കാം, നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അനന്തപുരം ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ കുമ്പളക്കടുത്താണ്. കാസർഗോഡ് ജില്ലയിലെ കുമ്പളക്കടുത്താണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ്. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തെ പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തെ രാമചരിതത്തിൽ പരാമർശിക്കുന്നുണ്ട് അല്ലെ? ഇങ്ങനെ പണ്ഡിതർ പരാമർശമുള്ള ആ ക്ഷേത്രം ഇതാണ് എന്ന് ചില പണ്ഡിതർ പറയുന്നുണ്ട്. അപ്പൊ രാമചരിതം എന്ന് പറയുന്നത് പിന്നെ ആദ്യത്തെ പാട്ടുകൃതിയാണ് അല്ലെ? കേരളത്തിൽ ഇന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ പാട്ടുകൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. രാമചരിതത്തിന്റെ തുടക്കം നമുക്കൊന്ന് കേൾക്കാം. നമ്മള് ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ചേരുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന സാഹിത്യ വിദ്യാർത്ഥികള് ആദ്യം പരിചയപ്പെടുന്നത് രാമചരിതമാണ്. രാമചരിതത്തിലെ ആദ്യത്തെ കുറച്ച് പടലങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതിലെ ഒന്ന് രണ്ട് വരികൾ നമുക്കൊന്ന് ചൊല്ലാം. കാനനങ്ങളിലറൻ കളിറുമായി കരിണിയായി കാർന്നെടും കണ്ണുമ തന്നിൽ വിളയാടി നടന്താനനം വടിവുള്ളാന വടിവായ അവതരിത്താതിയേ നല്ല വിനായകനൻ മൊരമലനെ. ഈ രാമചരിതത്തിന്റെ കാലത്തെ കുറിച്ചായാലും കർത്താവിനെ കുറിച്ചായാലും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പണ്ഡിതർക്കിടയിൽ ഉള്ളത്. ചിലയാൾ പറയുന്നു ഇന്ന കാലത്ത് 13-14 നൂറ്റാണ്ടെന്ന് പറയുന്നു. ചിലർ അതിൽ നിന്ന് വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ് ഇത് രചിച്ചത് എന്നും പറയപ്പെടുന്നു. അതേപോലെ ഈ എഴുതിയ ചീരാമൻ എന്ന വ്യക്തിയെ കുറിച്ചും പണ്ഡിതർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ ഈ എഴുതിയ വ്യക്തിയും ഇതിൽ പറയുന്ന ഈ പത്മനാഭൻ, അനന്ത പത്മനാഭനെ കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ചില പണ്ഡിതർ പറയുന്നു അത് തെക്കൻ തിരുവിതാംകൂറുകാരൻ എഴുതിയതാണ് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയാണ് ഇവർ ഈ കൃതിയിൽ പറയുന്നത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ ഇതില് ആ പോകി പോക ചയനൻ എന്നുള്ളത് പിന്നെ യഥാർത്ഥത്തിൽ PV കൃഷ്ണൻ നായരൊക്കെ പറഞ്ഞു വെക്കുന്നത് എവിടെയാണ്? നമ്മളെ കുമ്പളക്കടുത്തുള്ള പത്മനാഭ ക്ഷേത്ര അനന്തപുരം ക്ഷേത്രമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാല് തെക്ക് നിന്നുള്ള പണ്ഡിതര് അവര് പറഞ്ഞു വെക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ രാമചരിതത്തിൽ പരാമർശിക്കുന്ന പോകി പോക ചേനൻ എന്ന് പറയുന്നത് പത്മനാഭനെയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബലപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഉത്തര കേരളത്തിൽ നിന്നാണ് രാമചരിതം കണ്ടെടുത്തത്. അപ്പോൾ ഉത്തര കേരളത്തിലെ മണിയാണി നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇത് നിത്യപാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നിപ്പം രാമായണം പാരായണം ചെയ്യുന്നത് പോലെ ഒരു കാലത്ത് രാമചരിതം പാരായണം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരും PV കൃഷ്ണൻ നായരും പറയുന്നത് നമ്മുടെ അനന്തപുരം ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതിലെ പ്രതിഷ്ഠയായിട്ടുള്ള ശ്രീ പത്മനാഭനെ കുറിച്ചിട്ടാണ് രാമചരിതത്തിൽ
പറയുന്നത് എന്നാണ്. അപ്പോൾ രാമചരിതത്തിനെ വളരെ കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയാണ് PV കൃഷ്ണൻ നായർ എന്ന് പറയുന്നത്. രാമചരിതത്തെക്കുറിച്ചുള്ള പിന്നെ സമ്പൂർണമായിട്ടുള്ള ഒരു വിമർശനാത്മക പഠനമാണ് PV കൃഷ്ണൻ നായരുടേത്. അത്രയും ആധികാരികമായിട്ട് അദ്ദേഹം രാമചരിതത്തിന്റെ ഭാഷയെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചും രാമചരിതത്തിൽ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് വിശദീകരണമായിട്ട് വളരെ കൃത്യമായിട്ട് പഠിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവരാണ് വളരെ ശക്തമായിട്ട് ഉത്തര കേരളീയനാണ് രാമചരിതകാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രാമചരിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാഹിത്യപരമായും ചരിത്രപരമായും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കൃതിയാണ്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള വളരെയധികം ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ധാരാളം ഊഹാപോഹങ്ങളും രാമചരിതത്തെ കുറിച്ചുണ്ട്. പലതും അഭിപ്രായങ്ങളാണ് പലതും ഉണ്ടായിട്ടുള്ളത്.